guys, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അസസ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്, സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, കോൺഫ്മാൻ സ്കെയിൽ, വിറ്റ്സ്ലർ സ്കെയിൽ. Okay, assessment of intellectual abilities in psychology refer to a process of measuring an individual's cognitive skills, problem solving abilities, reasoning and memory and overall intellectual function. അതായത് അസസ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽസ് കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ, അതായത് കോഗ്നിറ്റീവ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ്, മെമ്മറി, അങ്ങനെ ഓവറോൾ നമ്മൾ ഇതിനെല്ലാം മെഷർ ചെയ്യുന്ന പർപ്പസിലാണ് നമ്മൾ പറയാം അസസ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് എന്ന്. Okay, the Stanford Binet test is an intelligence test that measures the cognitive ability, including verbal and non-verbal skills in children and adults. It provides an IQ scores and access to areas like verbal, conversation, visual, spatial skills, working memory, quantitative reasoning. അതായത് നമ്മൾ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് ഓൾസോ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ എ പേഴ്സൺസ് മെഷർ ചെയ്യുന്നത് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, പിന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ സ്കിൽസ്, അത് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സിലും ചിൽഡ്രൻസിലും നമ്മൾ വെർബൽ നോൺ വെർബൽ സ്കിൽസുകൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന IQ സ്കോർസ് ഏരിയാസ് ലൈക്ക് വെർബൽ, കംഫർഷൻ, വിഷ്വൽസ്, വർക്കിംഗ് മെമ്മറി, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും IQ സ്കോറുകൾ മെഷർ ചെയ്യും. ഇറ്റ് ഈസ് യൂസ് ടു ഐഡന്റിഫൈങ് ഗിഫ്റ്റ്നെസ് ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യും. ആൻഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഓർ കോഗ്നിറ്റീവ് വീക്ക്നെസ്, സ്ട്രെങ്തൻസ്, ലൈക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്. ഓക്കെ, കോൺഫ്മാൻ ഇന്റലിജൻസ് സ്കെയിൽ, a test developed by Alan and Nadine Kaufman to measure the children's cognitive abilities. അതായത് കോൺഫ്മാൻ ഇന്റലിജൻസ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അലാൻ ആൻഡ് നദീൻ ആണ്. അത് ടു മെഷർ ചിൽഡ്രൻസ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, കുട്ടികളിൽ ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ മെഷർ ചെയ്യാനാണ് കോൺഫ്മാൻ ഇന്റലിജൻസ് സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. It focus on how the children process information rather than just what they know. അതായത് അവർക്ക് എന്താണ് അറിയുന്നത് എന്നുള്ള അപ്പുറത്തേക്ക് അവർ എങ്ങനെയാണ് ആ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് കോൺഫ്മാൻ സ്കെയിലിൽ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഓൾറെഡി അറിയുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരെങ്ങനെയാണ് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. It access the areas like problem solving, memory, thinking skills and designed for the across the culture. അതായത് നമ്മൾ പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ഈ ഒരു ഏരിയസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. വെറ്റ്സ്ലർ ഇന്റലിജൻസ് സ്കെയിൽ, ഇറ്റ് ഈസ് ആൻ IQ ടെസ്റ്റ് ഡിസൈൻഡ് ടു മെഷർ ഇന്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഇൻ അഡൾട്ട്സ്. അതായത് നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ IQ ടെസ്റ്റ് ചെയ്യാനും അഡൾട്ട്സിൽ ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യാനാണ് വെറ്റ്സ്ലർ സ്കെയിൽ യൂസ് ചെയ്യുക. അതിൽ വെറ്റ്സ്ലർ ബെൽവ്യൂ ഇന്റലിജൻസ് സ്കെയിൽ പബ്ലിഷ്ഡ് 1939, ഡെവലപ്ഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ബൈ ദ ഡാവിഡ് വെറ്റ്സ്ലർ ബെൽവ്യൂ. അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ബെൽവ്യൂ. ഫസ്റ്റ് വൺ, ദ വെറ്റ്സ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്, designed for 4 to 6 years old children access their global intelligence capacity. അതായത് വെറ്റ്സ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ സ്കെയിൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി നോക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദ വെറ്റ്സ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, designed for the children in the age group of 6 to 16 years. അതായത് 6 മുതൽ 16 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൻ്റെ കുട്ടികളുടെ ഇൻ്റലിജൻസ്, കോഗ്നിറ്റീവ് എബിലിറ്റീസും IQ ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, ദ വെറ്റ്സ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ, ഡിസൈൻഡ് ഫോർ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 16 to 64, 16 മുതൽ 64 വരെ ഉള്ള ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരുടെ ഇൻ്റലിജൻസ്, അതായത് കോഗ്നിറ്റീവ് എബിലിറ്റീസ് IQ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ വെറ്റ്സ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്.